നിനക്ക് ആവശ്യം സ്തോത്രം പ്രസംഗമല്ല, നിനക്ക് ആവശ്യം ദൂതാണ്. ഒത്തിരി പ്രാസംഗരുണ്ട്, അവരുടെ നോട്ട്ബുക്കിൽ ഒത്തിരി പ്രസംഗങ്ങളുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിൽ സ്തോത്രം അത് യൂട്യൂബില്, ഫേസ്ബുക്കില്, ചർച്ചില് കുറച്ച് പ്രസംഗമല്ല വേണ്ടിയത്. ദൈവത്തിന്റെ അരുളപ്പാടാണ് വേണ്ടിയത്, ദൈവത്തിന്റെ ദൂതാണ് വേണ്ടിയത്. ദൈവത്തിന്റെ ജനത്തിന് ഈ കാലഘട്ടത്തിന് ആവശ്യം ദൈവത്തിന്റെ ദൂതാണ്. ഏത് പുസ്തകം പറയുന്നു? അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 44 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ, അതേ അയക്കപ്പെട്ടവനായി വന്നതായ പത്രോസ് വിളിച്ചിട്ടല്ല വന്നത്, ദൈവത്താൽ അയക്കപ്പെട്ട വന്നത്. വിളിച്ചാൽ നീ ഒറ്റയ്ക്ക് പോകും, അയച്ചാൽ നിന്റെ കൂടെ പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവ് അന്ന് പത്രോസിനോട് കൂടെ ഉണ്ടായിരുന്നു. യെസ്, അവന് വാ തുറന്ന് ദൈവത്തിന്റെ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ദൈവത്തിന്റെ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ ബൈബിൾ പറയുന്നു, കൊർന്നേലിയോസ് അവൻ അറിയത്തില്ല പരിശുദ്ധാത്മാവ് എന്തെന്നറിയത്തില്ല, പരിശുദ്ധാത്മാവിന്റെ അതേ പ്രകടനങ്ങൾ എന്തെന്നറിയത്തില്ല. പക്ഷേ ആ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ജാതിയിൽപ്പെട്ടവർ ആത്മാവിൽ നിറഞ്ഞ് അവർ അന്യഭാഷകൾ സംസാരിക്കുകയും ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ അവർ പ്രസ്താവിക്കുകയും ചെയ്തു. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രവചിക്കട്ടെ, ഇന്ത്യയിൽ ഇതുവരെ ദൈവത്തിന്റെ ആത്മാവ് എന്തെന്നറിയാത്ത കോടിക്കണക്കിന് ജനം ദൈവാത്മാവിൽ നിറയപ്പെടുന്നത് ഈ തലമുറ കാണുവാൻ പോകുകയാണ്. ദൂതനല്ല പ്രസംഗിച്ചത്, പകരം അയക്കപ്പെട്ടതായ പത്രോസാണ് പ്രസംഗിച്ചത്. സഹോദരി സഹോദരന്മാരെ, ഈ കാലഘട്ടത്തിന്റെ സഭയുടെ ദൗത്യമാണ് സുവിശേഷീകരണം.